അതെ, അള്ളാഹു സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോ എന്റെ അടിമ എന്നുള്ള പരാമർശിക്കുന്നത്. അപ്പൊ പലരും അതിനെ വിമർശിച്ചുകൊണ്ട് പറയാറുണ്ട്, അള്ളാഹു എന്താണ് സൃഷ്ടികൾ എന്താ അടിമ എന്ന സംഭവം, അതൊരു മോശം പ്രയോഗമല്ലേ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. ശരിക്കും ഈ അടിമ എന്നുള്ള പ്രയോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് അവന്റെ അടിമയാകാനും അല്ലാതെ നമ്മൾ കൊതിച്ചു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അടിമ എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ നമ്മുടെ മനസ്സിലുള്ള ആ അടിമ ഉടമ സമ്പ്രദായമാണ്. ഇതൊന്നുമല്ല. യഥാർത്ഥത്തില് എന്റെ ഭാര്യ എന്റെ സ്നേഹത്തിന്റെ അടിമയാണ്, അല്ലേ? ഞാനൊരു നല്ല ഭർത്താവാണെങ്കിൽ എന്റെ സ്നേഹത്തിന്റെ അടിമയാണ് എന്റെ ഭാര്യ. ഇതുപോലെ ഞാനൊരു നല്ല ഭാര്യയാണെങ്കിൽ എന്റെ സ്നേഹത്തിന്റെ അടിമയാണ് എന്റെ ഭർത്താവ്. അവിടെ അടിമ എന്നതിലപ്പുറം വേറൊന്നും പറയാനില്ല. സ്നേഹത്തിന്റെ മക്കളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. സ്നേഹത്തിന്റെ അടിമ, അതാണ് ഏറ്റവും ആപ്റ്റായ വേർഡ് എന്ന് പറയുന്നത്. 70 ഉമ്മയേക്കാൾ സ്നേഹമുണ്ട് എന്റെ നാഥനായ റബ്ബിന് എന്നുണ്ട്. അവൻ അത്ര ഇഷ്ടമാണ് എന്നെ. ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല അള്ളാഹ് ശ്വസിക്കാൻ എനിക്ക് വായു തരുന്നത്. എന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത് പോലും ഞാൻ അറിയണില്ല. ഇതൊക്കെ ഞാൻ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, ആ റബ്ബിന്റെ പ്രണയം തിരിച്ചറിഞ്ഞ് ആ പ്രണയത്തിന്റെ അടിമയാണ് ഞാനെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പറയാൻ പറ്റിയ വേറെന്ത് വാക്കുള്ളത്? ഞാനവന്റെ അടിമയാണ്, അതിലപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. അതിനേക്കാൾ ഏറ്റവും മഹത്തരമായ വേറൊരു വാക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അത്രമേൽ അടുത്ത പ്രവാചകന്മാർ കൊതിച്ചത് അബ്ദുല്ലാ എന്ന് വിളിക്കാനായിരുന്നു. സുബ്ഹാനല്ലദി അസ്റാബി അബ്ദിഹി, അള്ളാന്റെ അടിമയെ പ്രയാണം ചെയ്യിച്ച തമ്പുരാൻ. അടിമ അവന്റെ പ്രണയത്തിന്റെ അടിമയാണ്, അവന്റെ സ്നേഹത്തിന്റെ അടിമയാണ്. ആ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമയായി മാറുന്നത്. ആ ഒരു അടിമത്തെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനുള്ള ആസ്വദിക്കേണ്ടത്?